ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്ക് നിങ്ങളൊക്കെ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി കരയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എന്താ മനസ്സിലാവാത്തത്, എന്താണ് കുട്ടിയുടെ ഈ കരച്ചിലിൻ്റെ ആവശ്യം? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന് തൻ്റെ അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ കരച്ചിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കരയുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ്. അത് കേട്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. കാരണം അവർക്ക് ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർ എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ നിസ്സഹായരാണ്. അപ്പോൾ അവർക്ക് അവരുടെ അറിയുന്ന ഒരേ ഒരു വഴി കരച്ചിലാണ്. അപ്പോൾ അമ്മയോട്, അമ്മയെ എനിക്കിത് വേണം, അമ്മയെ എൻ്റെ ഡയപ്പർ വെറ്റായി ഒന്ന് മാറ്റി തരൂ എന്ന് പറയുന്നതാണ് കരച്ചിൽ. അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കരച്ചിലും പാലിന് വേണ്ടിയുള്ള കരച്ചിലല്ല. ഇതാണ് ആദ്യത്തെ പോയിന്റ്. കാരണം നിങ്ങളെ വീട്ടുകാർ കുഞ്ഞൊന്ന് കരയുമ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു വാക്കാണ്, വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കുട്ടി കിടന്ന് കാർന്ന് കണ്ടില്ല, എടുത്ത് പാല് കൊടുക്കുക. തെറ്റ്. എപ്പോഴും കുഞ്ഞ് കരയുന്നത് പാലിന് വേണ്ടിയല്ല. അത് എന്തിനാന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കരയും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ആവശ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി അതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. അപ്പം നിങ്ങളെ കുഞ്ഞ് കരയുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ ഡയപ്പർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഡയപ്പർ വെറ്റ് ചെയ്യുന്നതാണ് മിക്ക കുട്ടികളും കരയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മൂത്രോ അല്ലെങ്കിൽ സ്റ്റൂളോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇറിറ്റബിൾ ആയിക്കഴിഞ്ഞാൽ കരയും. ഒന്നാമത്തെ കാര്യം അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. രണ്ടാമത്തെ കാരണം, നിങ്ങളെ കുഞ്ഞ് കിടക്കുന്ന ഭാഗം നല്ല ചൂടോ നല്ല തണുപ്പോ ഉള്ളതാണോ നോക്കുക. അതായത് കുഞ്ഞിപ്പോൾ നല്ല വേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനർത്ഥം ചൂടാണ്. അല്ലെങ്കിൽ കുഞ്ഞെല്ലാം തണുപ്പ് കാരണം ഷിവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനർത്ഥം തണുപ്പുണ്ട്. അപ്പോൾ ഈ ഓവർ ചൂടും ഓവർ തണുപ്പും ഒരു കുട്ടിയെ സംബന്ധിച്ച് കരയാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ അത് രണ്ടും ഇല്ല എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കാര്യമായല്ലോ. ഇനി അടുത്ത കാര്യം, നിങ്ങളുടെ കുഞ്ഞിനെ കുറേ നേരമായി അറ്റൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ കുട്ടി ഐ ആം ബോർഡ്, എനിക്ക് ബോറടിച്ചു, എനിക്ക് ആരും നോക്കുന്നില്ല, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ. അപ്പോൾ കുറേ നേരമായി അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു കുട്ടി കരയാനിടയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ ഒന്ന് തോളത്തിട്ട് തട്ടിക്കൊടുത്താൽ ഒരു പക്ഷേ ആ കരച്ചിൽ നിൽക്കും. അടുത്തൊരു കാര്യമാണ്, കുറേ നേരം കിടന്ന ഒരു കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞ് കരച്ചിലായിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ആ കുട്ടീനെ ഒന്ന് തോളത്തിട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങിക്കോളും. അടുത്തൊരു കാര്യം, കുഞ്ഞിന് ഈ കരച്ചിലിനുള്ള, നമ്മുടെ കുഞ്ഞ് കരയാനുള്ള അടുത്തൊരു കാര്യമാണ് വിശപ്പ്. അതാണ് നിങ്ങളൊക്കെ ആദ്യം എപ്പോഴും വെക്കുക, കുഞ്ഞിന് വിശക്കുന്നുണ്ട് അല്ല. അപ്പം എല്ലായ്പ്പോഴും കരച്ചിൽ വിശപ്പിനാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വിശപ്പിനുള്ള കരച്ചിലാകുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ട് പരിചയമാവും. മാത്രമല്ല കുട്ടി വിശപ്പിൻ്റെ മറ്റു ലക്ഷണങ്ങൾ കാണിക്കും. അതായത് ചുണ്ട് ഇങ്ങനെ ചപ്പാൻ തുടങ്ങും, കൈ ചപ്പാൻ തുടങ്ങും. ഒരു കാര്യം പറയട്ടെ, എപ്പോഴും കൈ ചപ്പുന്നത് അതിൻ്റെ ഫീച്ചർ അല്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കണം. എപ്പോഴും കൈ ചപ്പുന്നത് അതിൻ്റെ ഭാഗമല്ല. അപ്പം അങ്ങനെ മറ്റു ഫീച്ചറുകൾ കാണിച്ചാൽ അതാണ് ഒരു കാരണം, കുട്ടി വിശക്കുന്നുണ്ട് എന്ന് അമ്മയെ പറയുന്ന ഒരു രീതിയാണ് കരച്ചിൽ. അടുത്ത ഒന്നാണ്, നിങ്ങൾ ഫീഡിങ് ചെയ്തതിന് ശേഷം കുഞ്ഞ് കരയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സംശയിക്കേണ്ടതാണ്. കുഞ്ഞിന് ഗ്യാസ് കയറി കഴിഞ്ഞാൽ വയറ് വീർക്കും, വേദനയാവും, കരച്ചിലുണ്ടാവും. അതെങ്ങനെ മനസ്സിലാക്കുക? അങ്ങനെയുള്ള കരച്ചിലുകൾ എപ്പോഴും കുട്ടി ഫീഡ് ചെയ്തതിന് ശേഷമുള്ള കരച്ചിലുകൾ നമുക്ക് ഗ്യാസ് ആണെന്ന് സംശയിക്കണം. വയറ് വീർത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നെടുത്ത് തട്ടി കൊടുക്കുക. ഗ്യാസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ആൾ ഹാപ്പി ആവും. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു കാര്യമാണ് കോളിക്, ഇൻഫെന്റൈൽ കോളിക്. ഇൻഫെന്റൈൽ കോളിക് എന്ന് പറഞ്ഞാൽ ഒരു കാരണവും കണ്ടുപിടിക്കാൻ കഴിയാതെ, ഒരു കാരണവും പ്രത്യേകിച്ച് ഇല്ലാതെ ഒരു കുട്ടി രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈവനിങ് അവേഴ്സിൽ പ്രത്യേകിച്ച് നിർത്താതെ കരയുന്ന ആ ഒരു കരച്ചിലിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫെന്റൈൽ കോളിക്. അത് എന്തുകൊണ്ടാണെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. വയറുവേദനയാണോ അതോ മറ്റൊന്തെങ്കിലും വേദനയാണോ, അതുപോലും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് കുറെ തിയറീസ് ആണ് നിലവിലുള്ളത്. അപ്പം ഇൻഫെന്റൈൽ കോളിക്കിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അപ്പം പിന്നെ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കി. അപ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക, ആ കുട്ടിയുടെ ടെമ്പറേച്ചർ ഓക്കെ ആണോ, ആ കുട്ടി കുറേ നേരം കിടന്നിട്ട് ബോറായിട്ടാണോ ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ കരച്ചിൽ മാറുന്ന നിങ്ങൾ ബോറാന്ന് മനസ്സിലാവും. വിശന്നിട്ടാണോ, അതുപോലെ ആ കുട്ടിക്ക് കോളിക്കിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ, ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്ന കാര്യം ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. കുട്ടി അവിടെ കിടന്ന് കരയാണ്. അടുത്തോട്ട് ചെല്ലുക,
അടുത്തുള്ള ടെമ്പറേച്ചറൊക്കെ നോക്കുക, വേർത്തിട്ടുണ്ടോ നോക്കുക, വേർപ്പിട്ടൊന്നുമില്ല. അപ്പോൾ തണുപ്പും ചൂടും എല്ലാ പ്രശ്നമൊന്നും മനസ്സിലായി. എന്നിട്ട് ഡയപ്പർ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. ഡയപ്പർ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞ് വിശപ്പിൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പാല് കൊടുത്തു വെക്കുക. ഇനി അതല്ല ബോറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോഴേ കരച്ചിൽ നിർത്തും. കുട്ടി ബോറടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കി കുട്ടീനെ എടുക്കുമ്പോഴേ കരച്ചിൽ മാറ്റും. ഇനി അത് മാറ്റുന്നില്ലെങ്കിൽ പാലെടുത്ത് നോക്കുക. പാല് കൊടുത്തിട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ അതിനർത്ഥം പാല് കുടിച്ചിട്ട് ആൾ വിശപ്പ് മാറി, അപ്പോൾ അതുകൊണ്ടാണ് കരയെന്ന് മനസ്സിലാക്കാം. ഇനി പാല് കുടിച്ചതിന് ശേഷമുള്ള കരച്ചിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്ത് നോക്കുക. ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയുള്ള നിർത്താതല്ല അലമുറ ഇട്ടുള്ള കരച്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫന്റൽ കോളിക്ക് സംശയിക്കാം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഇൻഫന്റൽ കോളിക്കിന്റെ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. ഇനി ഇതൊന്നും ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇത് ഇൻഫന്റൽ കോളിക് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ രാത്രിയുള്ള ഈ കരച്ചിൽ കൊണ്ടാണ് കുട്ടി കരയണതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം നല്ലതാണ്. കുട്ടിയുടെ ദേഹം മൊത്തം പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടോ നോക്കുക. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് പെനിസിന്റെ ഒക്കെ ഭാഗത്ത് മുടി കെട്ടി കിടക്കുമ്പോൾ നല്ല പെയിൻഫുൾ ആണ്, കരയാറുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കരച്ചിലാണെങ്കിൽ തീർച്ചയായും ഒരു പീഡിയാട്രീഷ്യന്റെ സഹായം നിങ്ങൾ തേടേണ്ടതാണ്. കാരണം കുട്ടികൾക്ക് അസുഖം വരുമ്പോഴൊക്കെ അങ്ങനെ കരയാറുണ്ട്. അപ്പൊ ആദ്യം ഈ സ്റ്റെപ്പുകളൊക്കെ നോക്കുക. ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ കരച്ചിലും വിശപ്പിനല്ല, എല്ലാ കരച്ചിലും പാലിന് വേണ്ടിയല്ല. ഒരു കുഞ്ഞ് കരയുമ്പോഴേ പോയി പാല് കൊടുക്കലല്ല. ഇതൊക്കെ മനസ്സിൽ വെക്കുക, പാല് കൊടുക്കുക. ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാവും എൻ്റെ കുഞ്ഞ് എന്തിനാ കരയുന്നുള്ളത്. പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ കാര്യം, പ്രായം കൂടുന്നവരും ഒരു 1-2 മാസം നിങ്ങളുടെ കുഞ്ഞിന്റെ കൂടെയുള്ള ആ ലൈഫ് മുമ്പോട്ട് പോകുന്നവർ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കും എൻ്റെ കുട്ടി ഈ കരച്ചിൽ എന്തിനാണ്, ആ കരച്ചിൽ എന്തിനാണ്. കാരണം അതിനുള്ള ഒരു കഴിവ് കൂടെ നിൽക്കുന്ന അമ്മ, പ്രത്യേകിച്ച് ഒരു മദറിന് മനസ്സിലാവും. അത് ഇപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു മൊമെന്റിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ പറഞ്ഞൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഒരു കുഞ്ഞ് കരയുമ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഫന്റൽ കോളിക്കും കൂടെ കേൾക്കാതെ ഈ ഒരു വീഡിയോ പൂർത്തിയാവില്ല. അതുകൊണ്ട് നേരെ പോയി ഇൻഫന്റൽ കോളിക്കിനെ കുറിച്ച് കേൾക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ. അപ്പം ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം.